ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജേണൽ സപ്ലൈസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ. പാർട്ട് 1ഉം 2ഉം ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഷി ടേപ്സ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു A4 ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ലൈൻസൊക്കെ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വാഷി ടേപ്സ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് ആ പാറ്റേൺസൊക്കെ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. ഞാൻ റോൾ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് പെയിൻറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഓരോന്നിലായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിഷ്ടപ്പെട്ട ഡിസൈൻസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈൻസൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത്. 2 മാത്രമാണ് കേട്ടോ ഞാൻ ഡിസൈൻസ് വരച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ള 3 ഞാൻ വെറുതെ അങ്ങോട്ട് ഇടുകയാണ്. അങ്ങനെ ഇത് ഒക്കെ വരച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വാഷി ടേപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് റോൾ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്റ്റാമ്പാണ് കേട്ടോ. അപ്പോൾ സ്റ്റാമ്പ് ഞാൻ ഏകദേശം എൻ്റേതായ ഒരു ഐഡിയയിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറേ ബോക്സസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ബോക്സസിൻ്റെ സൈസൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സൈസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് അതിൽ ഓരോന്നിലും വാട്ടർ കളർ വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഉണങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് കളർ വെച്ച് വരച്ചാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഇനി ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇതുപോലെ കുറച്ച് ബോക്സസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങളൊന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെ തന്നെ മടക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെ തെറ്റും. എന്നിട്ട് 2 സൈഡിലും ഞാൻ ഈ കട്ട് ചെയ്യുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ മടക്കിയത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നേരത്തെ നമ്മൾ ന്യൂസ് പേപ്പറിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് കട്ട് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാമ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് മടക്കിയിട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ ഞാൻ വേർഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ സാധാരണ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വാഷി ടേപ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊരു 5 ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാറ്റേൺ പേപ്പേഴ്സായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേർഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഐറ്റംസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.